ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു FS1 ക്ലാസ് റൂമിൻ്റെ ക്ലാസ് റൂം ടൂറാണ്. നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ ക്ലാസ് ബോർഡ്. ഇവിടെയാണ് കൂടുതലും സർക്കിൾ ടൈമും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. ക്ലാസ് റൂം ബോർഡിനോട് ചേർന്ന് നമ്മളൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കുട്ടികളുടെ ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി റിസോഴ്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ ലൈബ്രറി സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ലൈബ്രറി സ്പേസ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷെൽഫ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനും പിക്ചേഴ്സൊക്കെ നോക്കാനും അവിടെ ഒരു ചെറിയ മാറ്റും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി ടൈമിലാണ് കുട്ടികൾ കൂടുതലായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് അവരുടെ UTW ഏരിയ. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ടേബിളിലാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ആവാം, ഡിസ്കവർ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടേബിളിലാണ് ഉണ്ടാവാറുള്ളത്. കുട്ടികൾക്ക് വന്നിരിക്കാൻ ഇഷ്ടമുള്ളൊരു ഏരിയ കൂടിയാണിത്. സെൻസറി ആക്ടിവിറ്റീസും നമ്മൾ ചില സമയങ്ങളിൽ ഇവിടെ വെച്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തായിട്ടൊരു അറബിക് ഏരിയ സെറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ ചെറിയൊരു ഏരിയ ആണ്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ബോർഡ് കുട്ടികളുടെ മാർക്ക് മേക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ക്രിബിളിങ്ങും അതേപോലെ തന്നെ പ്രീ റൈറ്റിംഗ് സ്കിൽസൊക്കെ നമ്മൾ ഈ ബോർഡിലാണ് പ്രാക്ടീസ് ചെയ്യിക്കാറുള്ളത്. അതിൻ്റെ അടുത്തായി തന്നെ അവരുടെ മാത്തമാറ്റിക്സ് ഏരിയയും അതുപോലെ കൺസ്ട്രക്ഷൻ ഏരിയയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാങ് ചെയ്തിട്ടുള്ളതൊക്കെ കുട്ടികളുടെ ഓൺ വർക്ക്സ് ആണ്. അവർക്കൊരു മോട്ടിവേഷന് വേണ്ടി ഇത് നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഷെൽഫിൽ കൂടുതലും ടീച്ചേഴ്സ് റിസോഴ്സസും കാര്യങ്ങളാണുള്ളത്. ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്ക് വേണ്ട ഫൈൻ മോട്ടർ ആക്ടിവിറ്റി റിസോഴ്സസും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വന്നിരിക്കാൻ ഇഷ്ടമുള്ള മറ്റൊരു സ്ഥലമാണ് ഈ സ്പേസ് ഷിപ്പ്. സയൻസ് റിലേറ്റഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഫ്രീ പ്ലേ ടൈമിലാണ് കുട്ടികൾ കൂടുതലും ഈ ഒരു ഭാഗം യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ അകത്തൊക്കെ ചെന്നിരിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇതാണ് അവരുടെ എക്സ്പ്രസീവ് ആർട്സ് ആൻഡ് ഡിസൈൻ ഏരിയ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഏരിയ. ആ ടേബിളിൽ നമ്മൾ അവർക്ക് ആവശ്യമുള്ള റിസോഴ്സസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷാർപ്പായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അതേപോലെ സിസേഴ്സസ് അങ്ങനത്തെ റിസോഴ്സസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കാര്യം ഷാർപ്പായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. സോ എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒക്കേഷണലി കുട്ടികൾ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാറുണ്ട്. അവർ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനൊരു വ്യൂ ആണ് അവർക്ക് കിട്ടാറ്. അവർക്കറിയാം ഓരോരുത്തരുടെ ചെയറും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് അവരുടെ വർക്ക് ഷീറ്റ്സും അതേപോലെ സ്റ്റോറി ടൈമും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ ഇതാണ് ഈ ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്.